ഇത്രയൊക്കെ ചെയ്തിട്ടും ബ്രദർ സിസ്റ്റർ മാടുപോലെ ചത്ത് കിടന്ന് പണിയെടുത്തിട്ടും ആ വീട്ടിനകത്തുള്ള എല്ലാ പണിയും ചെയ്തിട്ട് നീ ആരെന്നും അറിയത്തില്ല, നിന്നെ ഓർമ്മയും ഇല്ല, അയ്യോ കണ്ട പരിചയം പോലും ഇല്ല. അതുപോലെയാ അവസ്ഥയല്ലേ, ഒന്നും ഓർമ്മയില്ലതേ അല്ലേ ബ്രദറെ? അവിടെ കിടന്ന് ചത്ത് കിടന്ന് പണിയെടുത്തതാ ആ സ്ഥാപനം ഇന്ന് കാണുന്ന നിലയിലാവാൻ വേണ്ടി. പക്ഷേ സ്ഥാപനം രക്ഷപ്പെട്ടപ്പോൾ അവർക്ക് ആർക്കും നിന്നെ ഒരു ഓർമ്മയില്ല. നീ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയായി, നീ ഓടിയത്, നീ അധ്വാനിച്ചത് അതെല്ലാം വെറുതെയായി തീർന്നു. ആണോ? അവരെ ഇനി ഒരിക്കലും മറക്കാത്ത വിധത്തിൽ നിന്നെ ഓർക്കും, അല്ല ദൈവം ഓർമ്മിപ്പിക്കും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. നോക്കൂ, ശമൂവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകം 16-ാം അധ്യായം 23-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ പക്കൽ നിന്നും ദുരാത്മാവ് ശൗലിന് മേൽ വരുമ്പോൾ ദാവീദ് കിന്നരമെടുത്ത് വായിക്കും, ശൗലിന് ആശ്വാസവും സുഖവും ഉണ്ടാകും, ദുരാത്മാവ് അവനെ വിട്ടുമാറും. ഒരുത്തൻ കുത്തിയിരുന്ന് കിന്നരം വായിക്കുക. കിന്നരം വായിക്കുന്നവൻ്റെ പേരെന്താണ്? ദാവീദ്. ആരാണ് ഈ കിന്നര വായന കേട്ട് ആശ്വാസം കണ്ടെത്തുന്നത്, സുഖം അനുഭവിക്കുന്നത്, സൗഖ്യമാകുന്നത്? ശൗൽ എന്ന് പറയുന്ന ഇസ്രായേലിലെ രാജാവ്. നോക്കുക, പൈശാചിക ബന്ധനം, ആമേൻ, സ്വസ്ഥതയില്ല, സുഖമില്ല, സമാധാനമില്ല, വല്ലാത്ത അസ്വസ്ഥത. അതാണ് പൈശാചിക ബന്ധനത്തിൻ്റെ അനന്തരഫലമായിട്ട് ശൗലിൻ്റെ ജീവിതത്തിലുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് പൈശാചികമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ആ ബാധിപ്പിനെ തുടർന്നുണ്ടാകുന്നത്? അസാധാരണമായിട്ട് ഞാനിങ്ങനെ തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് അർഹതപ്പെട്ടതല്ലാതെ, മീൻസ് ഒരു മുറിവ് പറ്റി വേദന വന്നാൽ ഓക്കെ, ഒന്നുമില്ലാതെ വേദന വന്നാൽ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു അസുഖം വന്നു, മെഡിസിൻ എടുത്തു, മാറിയാൽ അത് അസുഖം, മാറുന്നില്ലെങ്കിൽ പൈശാചിക ബന്ധനം. അത് തന്നെ. എങ്ങോട്ടാണ് പൈസ പോകുന്നത്? നിങ്ങൾ ചിലവഴിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെട്ട് തീർന്നാൽ അത് സാധാരണഗതിയിലുള്ളത്. എന്നാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്കൊരു പ്രയോജനവുമില്ലാതെ അധ്വാനിക്കുന്നത് പോകുന്നുണ്ടെങ്കിൽ അത് ബന്ധനം. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ആ വിധത്തിൽ ആ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ആ ബന്ധനത്തെ കർത്താവ് അഴിക്കും, നിങ്ങൾ സുഖം അനുഭവിക്കും. താങ്ക് ലോർഡ്. അസ്വസ്ഥതകൾ മാറിപ്പോകും. ആ നിരാശയുടെ അനുഭവങ്ങൾ മരിച്ചാൽ മതി. എപ്പോഴും അതാ ചിന്ത, അല്ലേ ബ്രദറെ സിസ്റ്ററെ? ഓരോ കാര്യം ആലോചിക്കുമ്പം അറിയാതെ ചിന്തിച്ചു പോകും, മരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. അതാ അവസ്ഥ. കേൾക്ക്, ആ അസ്വസ്ഥതയ്ക്ക് കാരണമായ പൈശാചിക ബന്ധനത്തെ കർത്താവ് അഴിക്കുവാൻ പോകുക. മാതാവേ, പിതാവേ, പ്രാർത്ഥിക്ക്. ആ അസ്വസ്ഥതകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, അസ്വസ്ഥതകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകുവാൻ പോകുക. താങ്ക് യു ലോർഡ്. ആമേൻ. നോക്കൂ, ഇവിടെ അങ്ങനെ സുഖം കിട്ടി, സുഖിപ്പിച്ചു. അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, അവിടെ കിടന്ന് ചെയ്യാൻ പാടില്ലാത്തതും എല്ലാം ചെയ്ത് ആ വീട്ടിനകത്ത് കിടന്ന് അവർക്ക് സുഖം കിട്ടാൻ വേണ്ടി എല്ലാം ചെയ്തു. അവർ സുഖിച്ച് സന്തോഷമായിട്ട് ജീവിച്ചു. ഇപ്പം അവസരം വന്നപ്പോൾ ഒരു കരിയേപ്പല പോലെ എടുത്ത് കളയി. അതല്ലേ സങ്കടം? ഇപ്പം എങ്ങനെയെങ്കിലും അവിടെ നിന്ന് നിന്നെ ഓടിക്കണം. അതല്ലേ സഹോദരി? നീ ചെന്ന് കയറിയ വീട്ടിൽ നിൻ്റെ വീട്ടിൽ നിന്ന് ഓടിക്കണം. എങ്ങനെ വഴക്കുണ്ടാക്കാം, എങ്ങനെ അടിയുണ്ടാക്കാം, എങ്ങനെ നിൻ്റെ ഭർത്താവിനെ കൊണ്ട് നിങ്ങനെക്കിട്ട് രണ്ട് തരിയിപ്പിക്കാം എന്നുള്ള വെല്ലുവിളിയാണ്, എന്നുള്ള വാശിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആമേൻ. പഴയതൊന്നും ഓർമ്മയില്ല, അല്ലേ ബ്രദറെ? അവരെ കർത്താവ് ഓർമ്മിപ്പിക്കുവാൻ പോകുക. നോക്കൂ, ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ടും ശൗല് തന്നെ ദാവീദിനെ മറന്നു കളഞ്ഞു. ശൗൽ അവനോട്, ബാല്യക്കാരാ, നീ ആരുടെ മകൻ എന്ന് ചോദിച്ചു. ഞാൻ ബെത്ലഹേമനായ നിൻ്റെ ദാസൻ ഇശായിയുടെ മകനെന്ന് ദാവീദ് പറഞ്ഞു. ഈ അടുത്തിരുന്ന് കിന്നരം വായിച്ച് ഇവനെ സുഖിപ്പിച്ച, ആശ്വസിപ്പിച്ച, സൗഖ്യമാക്കിയവനോട് ചോദിക്കുക, നീ ആര്? ആമേൻ. പലപ്പോഴും ഇതല്ലേ നമ്മുടെ നേരെയും വരുന്ന ചോദ്യം. ശുശ്രൂഷക, നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കും, ഒരുപാട് കരയും, ഒരുപാട് ആരും ചെല്ലാത്ത സ്ഥാനങ്ങളിൽ, ആരും നിൽക്കാത്ത ഇടങ്ങളിലൊക്കെ പോയി നിൽക്കും. ആമേൻ. ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടോ. ഈ പനി വന്ന സമയത്ത് ഇവിടെ ഞങ്ങളുടെ തിരുവനന്തപുരത്ത് പല നിലകളിലുള്ള പനികളാണ്. ഒന്ന് ഡെങ്കു ഫീവർ ഉണ്ടായിരുന്നു, പിന്നെ സാധാരണ ഈ ജോയിൻറ്റ് പെയിനൊക്കെ വരുന്ന പനി, പിന്നെ തക്കാളി പനി, ഇങ്ങനെ കുറേ ഐറ്റം പനികളുണ്ടായിരുന്നു. അതിൽ ഈ തക്കാളി പനി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പനിയാണ്, അത് കുഞ്ഞുങ്ങളെ ബാധിക്കുന്നത്. പിന്നെ ഡെങ്കു കൗണ്ട് കുറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ഈ N1H1 ഒരു വകഭേദമായിട്ടുള്ള ഒരു പനി, ഈ സ്തോത്രം നമ്മുടെ കൊറോണയുടെ ഒരു വകഭേദം, ഇങ്ങനെ കുറേ പനികൾ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 2 പിള്ളേരാണല്ലോ, അറിയാമല്ലോ. അപ്പോൾ ഒരാൾ ജന്മനാ ഹാർട്ടിന് സുഖമില്ലാത്ത ആളാണ്. അപ്പോൾ പുള്ളിക്ക് ഇൻഫെക്ഷൻ വരാനായിട്ട് സാധ്യത കൂടുതലാണ്. ഇളയാൾ കുഞ്ഞാണ്, LKG പഠിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഈ പനി ഇതൊക്കെ വരും. അപ്പോൾ ഈ സമയത്തും
ഞങ്ങളുടെ വിശ്വാസികൾ, ഞങ്ങൾക്കൊപ്പം ആയിരിക്കുന്നവർ, അവരിവിടെ ഏത് അവസ്ഥയിലായിരുന്നാലും ഞങ്ങൾ പോകും. ഞങ്ങൾക്കതൊന്നും ഒരു വിഷയമല്ല. അവരെയും കൊണ്ടുപോകാൻ പറ്റുന്നിടത്ത് ചില സമയത്ത് അവരെയും കൊണ്ടേ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. അവരെയും കൊണ്ടുപോകും. അവർക്കും പനി വന്നു എങ്കിൽ കർത്താവ് അവരെ സൗഖ്യമാക്കി. അതൊക്കെ ഞങ്ങളുടെ ഒരു ശുശ്രൂഷ എന്താണെന്ന് അവർ കണ്ടുപിടിക്കട്ടെ എന്ന് ഞങ്ങൾ കരുതി. പക്ഷേ ഇതൊക്കെ കഴിയുമ്പോൾ അവർ ഞങ്ങളെ അറിയത്തുപോലും ഇല്ലെന്നുള്ള രീതിയിൽ പെരുമാറുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സങ്കടം വരും കേട്ടോ. പക്ഷേ ആ സങ്കടത്തെ മാറ്റാൻ കർത്താവിന് കഴിയും. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നത്. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ചിലർ, ശുശ്രൂഷ ചെയ്യുന്നവർ, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടിയൊക്കെ ജീവിച്ചിട്ട് അവരുടെ ചോദ്യം കേട്ട് തളർന്നിരിക്കുന്നവർ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. പ്രിയരെ, നിങ്ങളുടെ അവസ്ഥയെ കർത്താവ് മാറ്റി കേട്ടോ. ഇനിയും ഇങ്ങനെ നിന്ദിക്കപ്പെടുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. ഇനിയും ആരെന്നറിയാത്ത നിലയിൽ മാറ്റി നിർത്തപ്പെടുവാനോ ഒഴിവാക്കപ്പെടുവാനോ അവഗണിക്കപ്പെടുവാനോ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഒരു ഭാര്യ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, മാതാപിതാവെന്ന നിലയിൽ നീ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുക. ആ തൊഴിലാളി എന്ന നിലയിൽ, ആ സ്ഥാപനത്തിൽ നീ ആരെന്ന് എൻ്റെ ദൈവം അവിടെ തെളിയിക്കുവാൻ പോകുക. ഓ സ്തോത്രം. നിൻ്റെ കുടുംബത്തിൽ നീ ആരാണെന്ന്, നിൻ്റെ ബന്ധുക്കൾക്ക് നീ ആരാണെന്ന്, നിൻ്റെ ചാർച്ചക്കാർക്ക് നീ ആരാണെന്ന്, നിൻ്റെ സഹോദരങ്ങൾക്ക് നീ ആരാണെന്ന്, നിൻ്റെ സഭയ്ക്ക് നീ ആരാണെന്ന് എൻ്റെ ദൈവം തെളിയിക്കുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. ആമേൻ. നോക്കൂ, ദൈവം തെളിയിക്കാൻ വേണ്ടി ഇറങ്ങി ആർക്കും മറക്കുവാൻ പോലും കഴിയത്തില്ല കേട്ടോ. 18-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ദൈവം അങ്ങ് ഓർമ്മിപ്പിച്ചു. അന്തഃപുരത്തിൽ നിന്ന്, ആരുടെ? ശൗലിൻ്റെ അന്തഃപുരത്തിൽ നിന്നൊരു പാട്ടങ്ങ് ഉയർന്നു. എന്താണ് പാട്ട്? സ്ത്രീകൾ വാദ്യഘോഷത്തോടെ ഗാനപ്രതിഗാനമായി. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ദാവീദ് ചത്ത സമയം വരെ ദാവീദിൻ്റെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകാത്തൊരു പാട്ടായിരുന്നു അത്. ദാവീദ് 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 എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് തക്കവണ്ണം എൻ്റെ ദൈവം അവരോട് സംസാരിക്കുവാൻ പോകുന്നു. ഇനി നിന്നെ മറന്നു കളയുവാനോ മാറ്റി നിർത്തുവാനോ അവർക്ക് കഴിയത്തേയില്ല. റെഡിയാണോ? പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ, അവിധത്തിൽ മാറുവാൻ നിങ്ങൾക്കും അവസരമുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിച്ച് അവിധത്തിൽ അവരുടെ കൺമുമ്പിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാൻ കോൺടാക്ട് ചെയ്തോ. ഞാൻ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. അതുപോലെ എല്ലാ ദിവസങ്ങളും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് വചനം ധ്യാനിക്കുവാനും മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസ പ്രാർത്ഥന, ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളായണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് പ്രാർത്ഥനയോടെ കടന്നു വാ, വിടുതലോടെ മടങ്ങാം. എന്നാൽ കണ്ണടച്ച വിശ്വസ്ത കർത്താവിൽ നൽകുകയും ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുപ്പ, ഇവരെ ഓർക്കേണ്ടവർ മറന്നതുകൊണ്ട് നിരാശയിലും വേദനയിലും കണ്ണുനീരിലും ഇവരുടെ ജീവിതമായിരിക്കുന്നു. സ്വർഗ്ഗമങ്ങ് മാനിക്കണമേ കർത്താവേ. ഈ സഹോദരിമാരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവരുടെ ഭർത്താവ് ഓർക്കട്ടെ, അവർക്ക് വേണ്ടി കഴിച്ച ത്യാഗങ്ങളെ അവർ ഓർക്കട്ടെ കർത്താവേ. ഇനിയും ഒറ്റപ്പെടൽ അനുഭവിക്കുവാൻ അനുവദിക്കരുത്. കുടുംബജീവിതങ്ങൾ പണിയപ്പെടട്ടെ. ഭർത്താക്കന്മാരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഭാര്യമാർ, മക്കൾ, ഇവരുടെ കഷ്ടപ്പാടിനെക്കുറിച്ച് ഓർക്കട്ടെ കർത്താവേ. മക്കൾ, മാതാപിതാക്കളുടെ കഷ്ടപ്പാടിനെക്കുറിച്ചും അധ്വാനത്തെക്കുറിച്ചും ഓർക്കട്ടെ. അപ്പോൾ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസങ്ങളായി തീരട്ടെ. തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. നല്ല ജോലികൾ നൽകി മാനിക്കണമേ. തൊഴിലിടത്തിൽ ഇവർക്ക് അർഹതപ്പെട്ട വിശാലമേറിയ അനുഭവങ്ങളും വർധനവും ഉണ്ടാകട്ടെ കർത്താവ്. ഇവർക്ക് അർഹമായ പ്രമോഷനുകൾ ലഭിക്കട്ടെ, സാലറി വർധനവുകൾ ലഭിക്കട്ടെ. ഇവർ വർദ്ധിച്ചു വരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗമങ്ങ് സൗഖ്യമാക്കണം. എല്ലാ രോഗബന്ധനവും അഴിയട്ടെ. രോഗാത്മാക്കൾ വിട്ടുമാറട്ടെ. സൗഖ്യദായകൻ അങ്ങ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ കർത്താവേ. ഡിപ്രഷനുകൾ മാറട്ടെ. ഉറക്കമില്ലായ്മകൾ മാറട്ടെ. പൈശാചികമായ ബന്ധനങ്ങളും വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ അഴിഞ്ഞു മാറട്ടെ. കുടുംബജീവിതങ്ങൾക്കകത്ത് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. സ്വസ്ഥതയും സമാധാനത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന എല്ലാ വ്യാപാരങ്ങളും അഴിഞ്ഞു മാറട്ടെ. ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ കർത്താവേ. വിദ്യാഭ്യാസ മേഖലകളിൽ അനുഗ്രഹവും ഉയർച്ചയും ഉണ്ടാകട്ടെ. വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾക്കുള്ള തടസ്സങ്ങൾ മാറട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. IELTS, OET, MOH എക്സാമുകൾ എഴുതിയായിരിക്കുന്നവർ നല്ല റിസൾട്ടുകൾ നൽകി മാനിക്കണമേ. സന്തോഷത്തോടെ സമാധാനത്തോടെ കുടുംബമായി ജീവിക്കുവാൻ സ്വർഗം സഹായിക്കണമേ. സ്വന്തം ഭവനം എന്ന വാഗ്ദത്തം നിറവേറട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. ഭവനങ്ങൾ പണിയട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ, സ്വദേശത്തും വിദേശത്തും ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകളും അനുഗ്രഹിക്കപ്പെടട്ടെ. ബാധ്യതകളെല്ലാം മാറിപ്പോകട്ടെ. പലിശക്കടങ്ങളും ജപ്തി നടപടികളും ക്യാൻസൽ ആകട്ടെ. സ്വർഗം പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അറിയിക്കുക മാത്രമല്ല, നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം. അവർക്ക് മറക്കാൻ പറ്റത്തില്ലെന്നേ. സഹോദരി, സഹോദര, നിങ്ങൾ അവിടെ തന്നെ തുടരും. നിങ്ങളവിടെ അനുഗ്രഹിക്കപ്പെടും, മാനിക്കും. ദൈവം വെച്ചാൽ നാളെ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതി
ദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരെയും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.